Hi guys, welcome back to our new video. Today video ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇഫ്താറിനെല്ലാം ഒരു ന്യൂ ടച്ചിങ്സ് ആണ്. നമ്മുടെ നൈസ് പത്തിരിയിലേക്ക് ഒരു നൈസ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പേരാണ് ചിക്കൻ താളിപ്പ്. ചിക്കനിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ടെസ്റ്റ് ചെയ്യുക. എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്താൽ ഇടയ്ക്കിടെ ട്രൈ ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ആരും മറക്കണ്ട. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ്. അല്ലാതെ ചിക്കനും എടുക്കാം. പക്ഷേ ഇനി ചിക്കനാണെങ്കിലും നമുക്കിത് ബീഫിലെല്ലാം ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചിക്കനിലാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിനൊരു പെർഫെക്ഷൻ കിട്ടുന്നത് ബോൺലെസ് പീസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോൺലെസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്. ചിക്കൻ താളിപ്പിൻ്റെ വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നത് ഇതാണ്. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ചിക്കൻ പീസ് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഇതിനൊരു ലുക്ക് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മൂന്നും കൂടെ ഒരേ ടൈം തന്നെയാണ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്തിട്ട് വേറെ ഒരു പൊടികളും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ടെടുത്തിട്ട് 2 വിസിലടിച്ചിട്ട് എടുക്കാം. 2 വിസിലിൽ കൂടുതൽ എടുക്കരുത്. അറിയാലോ, ബോൺലെസ് പീസാണ്. അതാ ഒന്നായിട്ട് മിക്സ് ആയിട്ട് പോവും. വേവ് കൂടാൻ പാടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നോമ്പ് കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യുക. നമുക്കിത് പൊറോട്ടയിലേക്കെല്ലാം നല്ലൊരു ടച്ചിങ്സ് ആണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ഒഴിച്ചു കറികളിൽ നിന്നും നന്നായിട്ട് ഡിഫറൻസ് ഉള്ളൊരു കറിയാണ്. ഇവിടെ വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവി തയ്യാറാക്കാം. കുക്കറിൽ 2 വിസിൽ മാത്രമേ അടിക്കാൻ പാടുള്ളൂ. സാധാരണ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള, 2 ടൊമാറ്റോ, അത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരൽപ്പം നന്നായിട്ട് തന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇത് വഴറ്റാൻ വെച്ച് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോഴേക്ക് നമുക്ക് അതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്കാവുമ്പോഴേക്ക് നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. 1 കപ്പ് വെള്ളം, 1 മുറി തേങ്ങയുടെ പാല്, 1 കപ്പ് തൈര്, ഇതാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് ഓവറാക്കണ്ട. 2 വിസിലടിച്ചിട്ടൊന്ന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റയും ക്യാരറ്റെല്ലാം നന്നായിട്ട് വെന്തൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കായിട്ട് വന്ന സവോള വഴറ്റിയതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ചിക്കനിൽ നമ്മൾ ആഡ് ചെയ്ത ഉപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളപ്പോൾ ഗ്രേവി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളച്ച് മറിഞ്ഞ് വരുന്ന ടൈം ആകുമ്പോഴേക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പറ്റും. കാരണം ഗ്രേവിയിൽ ഇത് 2 സ്പൂൺ, ഒരു 3 സ്പൂണോളം കോൺ പൗഡർ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഇതിൻ്റെ ഗ്രേവി തിക്കായി കിട്ടാനും ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കാനും നമ്മുടെ ബോൺലെസ് പീസ് ഒരു സോഫ്റ്റ് ആവാനും ഹെൽപ്പാണ്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് സ്പൈസി ആവാൻ വേണ്ടിയിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ സാദാ പെപ്പർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് 1 സ്പൂൺ ഗരം മസാലയും. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള തൈരും തേങ്ങാപ്പാലും ചേർന്ന മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ വെന്ത്
വാങ്ങി വെക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത് പരസ്പരം പിരിയാൻ സാധ്യതയുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ആ പച്ച ചുവ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മല്ലിയിലയും കരിവേപ്പും ഇട്ടിട്ട് വാങ്ങി വെക്കുക. അതിനു മുമ്പ് നമ്മൾ ഒരിത്തിരിയും കൂടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ താളിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പൊറോട്ടയോ പത്തിരിയോ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഏതൊരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താലും അതിനോട് നീതി പുലർത്തുന്ന ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് നോൺ വെജിൽ ചിക്കൻ തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ ഇതും മട്ടനിലും ബീഫിലും ടേസ്റ്റ് ഒരു ചേർച്ച തോന്നില്ല. പക്ഷേ നമ്മുടെ ചിക്കൻ എന്തിലേക്കും ചേരുന്ന ഒരു ഐറ്റംസാണ്. നല്ലൊരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അത് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്നും ചിക്കൻ മുളകിട്ടത്, തേങ്ങ അരച്ച കറി, വറുത്തരച്ച കറി, കുറുമ, ഇതിനൊക്കെ ഒരു വ്യത്യാസം വേണ്ടേ? അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോകളായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ നമ്മുടെ നോമ്പെല്ലാം ലാസ്റ്റ് പത്തിലേക്ക് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ നോമ്പ് കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുമെന്ന് 100% ഉറപ്പുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.